ഹലോ കുട്ടികളെ, അപ്പോൾ എല്ലാവരും കാത്തിരിക്കുകയാണ് നിങ്ങൾ +2 കുട്ടികളുടെ +1 ഇംപ്രൂവ്മെന്റ് റിസൾട്ട്. നമ്മൾ അറിഞ്ഞത് പ്രകാരം ഇന്ന് വരുമെന്നാണ് പറഞ്ഞത്. ഏപ്രിൽ 20-ാം തീയതി ഇംപ്രൂവ്മെന്റ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. കാരണം ഇംപ്രൂവ്മെന്റ് വാല്യുവേഷൻ എല്ലാം കഴിഞ്ഞു. അപ്പോൾ നിലവിൽ ഇന്ന് ഇതുവരെയും വന്നിട്ടില്ല. അപ്പോൾ നാളെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ ഏത് ഡേറ്റിലേക്ക് വരാൻ സാധ്യത ഉണ്ടെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇംപ്രൂവ്മെന്റിനെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ തരാൻ വേണ്ടിയാണ്. അതുകൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, കീം എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും കീം എക്സ് എഴുതുന്ന എല്ലാ കുട്ടികൾക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് കീം എക്സ് എഴുതുക. കീം എക്സ് എഴുതുമ്പോൾ കറക്കി കുത്താതിരിക്കുക. കാരണം നിങ്ങൾക്ക് 5 ഓപ്ഷൻ ഉണ്ട്. 5 ഓപ്ഷനിൽ ഒരെണ്ണേ കറക്റ്റ് ആവുകയുള്ളൂ. അതുകൊണ്ട് കഴിയുന്നതും നിങ്ങൾ കറക്കി കുത്താതിരിക്കുക. മാത്സ് നന്നായിട്ട് പഠിച്ചിട്ട് പോയി എഴുതുക. മാത്സ് ആണ് കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നത്. 75 ക്വസ്റ്റ്യൻ മാത്സ് കാണും. ബാക്കി 75 ക്വസ്റ്റ്യൻ ആണ് ഏതെന്ന് പറഞ്ഞാൽ ഫിസിക്സിൽ നിന്നും കെമിസ്ട്രിയിൽ നിന്നുമായിട്ട് ചോദിക്കുന്നത്. അപ്പം മാക്സിമം ഏത് പഠിക്കുക? മാത്സ് നന്നായിട്ട് പഠിച്ചു. ടോട്ടൽ 150 ക്വസ്റ്റ്യൻസ്, ഓരോ ക്വസ്റ്റ്യൻ 4 മാർക്ക് വെച്ച് 600 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് പോയി നിങ്ങൾ എന്ത് ചെയ്യുക? കീം എക്സാംസ് എഴുതുക. ഓക്കെ, ദെൻ വേറൊരു കാര്യം, കീം എക്സാം നിങ്ങൾ എഴുതുമ്പോൾ മാത്സിലെ ടെക്സ്റ്റിലെ ഓരോ എക്സസൈസിൻ്റെ ലാസ്റ്റ് കുറച്ച് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതൊന്ന് നോക്കിയിട്ട് പോയി എഴുതണേ. ജസ്റ്റ് കീം എക്സാം എഴുതാൻ കുട്ടികൾക്ക് ഒരു ഇൻട്രക്ഷൻ തന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ +1 ഇംപ്രൂവ്മെന്റ് റിസൾട്ട് എന്ന് വരും. ഇന്ന് 20-ആയി. ഈ ഒരു വീക്ക് 21, 22, 23, 24, 25 ഈ ഒരു വീക്കിൽ ഏത് ദിവസം വേണം വരാം. സാധാരണ മെയിൻ റിസൾട്ടുകൾ ഉച്ചയ്ക്ക് ശേഷവും ഇംപ്രൂവ്മെന്റ് റിസൾട്ടുകൾ രാവിലെയാണ് വരുന്നത്. ഒരു 10 മണിയൊക്കെ ടൈമിലായിരിക്കും ഇംപ്രൂവ്മെന്റ് റിസൾട്ട് വരിക. അപ്പം നാളെ ഇംപ്രൂവ്മെന്റ് റിസൾട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം റിസൾട്ടിന്റെ ലിങ്ക് അപ്ഡേറ്റ് ആകുകയാണെങ്കിൽ ഉടൻ തന്നെ ഞാൻ ചാനലിൽ അത് പബ്ലിഷ് ചെയ്യാം. ഇംപ്രൂവ്മെന്റ് ലിങ്ക് ഞാൻ പബ്ലിഷ് ചെയ്യാം. നിലവിൽ ഇന്ന് വരുമെന്നാണ് പറഞ്ഞിരുന്നത്. ഇതുവരെയും വന്നിട്ടില്ല. അപ്പൊ ഈ ഒരു 3 ദിവസത്തിനുള്ളിൽ ഒഫീഷ്യലി പ്രഖ്യാപനം ഒന്നും കാണത്തില്ല കേട്ടോ. +1 ഇംപ്രൂവ്മെന്റ് റിസൾട്ട് അല്ലേ, ആ അൺഒഫീഷ്യലായിട്ട് അങ്ങോട്ട് ദിവസം അങ്ങ് പബ്ലിഷ് ചെയ്യുന്നതാണ്. അല്ലാതെ വിദ്യാഭ്യാസ മന്ത്രി ഒഫീഷ്യലി ഒരു മീറ്റിംഗ് വിളിച്ച് പബ്ലിഷ് ചെയ്യുക അങ്ങനെയില്ല. അത് മെയിൻ റിസൾട്ടുകൾ മാത്രമേ ഉള്ളൂ. ഇംപ്രൂവ്മെന്റ് റിസൾട്ട് അങ്ങനെ മുന്നോടി പറയുമെന്നില്ല, അങ്ങ് പബ്ലിഷ് ചെയ്യും. അപ്പൊ ഈ വീക്കിൽ 100% വരാനുള്ള സാധ്യതയാണുള്ളത്. അപ്പൊ എല്ലാവരും ഒന്ന് നോക്കിയിരുന്നു. ലിങ്ക് വന്ന ഉടനെ സാർ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഓക്കെ, പിന്നെ ഒരു കാര്യവും കൂടെ, +2 കഴിഞ്ഞ് കുറെ കുട്ടികൾ നീറ്റിന് പോകുന്നുണ്ട്. മീൻസ് MBBS മെഡിക്കൽ ഫീൽഡിൽ പോകുന്നുണ്ട്. കുറെ ആൾക്കാർ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ പോകുന്നുണ്ട്. കുറെ ആൾക്കാർ ഡിഗ്രിയിലെ പല കോഴ്സുകൾ എടുത്ത് പോകുന്നുണ്ട്. നിങ്ങൾക്ക് ഡിഗ്രിയിൽ അല്ലെങ്കിൽ ഏത് കോഴ്സിനെ പറ്റി നിങ്ങൾക്ക് അറിയണം, അതിന്റെ ഡൗട്ട്സുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിലോ ആ കോഴ്സിനെ പറ്റി നിങ്ങൾ കമന്റ് ചെയ്യുകയാണെങ്കിൽ കമന്റിൽ തന്നെ അതിനുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരാം. അല്ലെങ്കിൽ ആ കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും കോഴ്സിനെ പറ്റി അറിയണം, ആ കോഴ്സിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, അതിന്റെ ജോബ് ഓപ്പർച്യൂണിറ്റി, ജോബ് കഴിഞ്ഞ് കിട്ടുന്ന സാലറി, അത് പഠിക്കാൻ ഈസി ആണോ ഡെഫിക്കൽട്ട് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അപ്ലോഡ് ചെയ്ത് തരാം. അപ്പോൾ ഏതൊക്കെ കോഴ്സ് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയണോ ആ കോഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അതിന്റെ ഡീറ്റെയിൽസും കൂടെ സാറ് ഞാൻ അടുത്ത വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഇംപ്രൂവ്മെന്റ് റിസൾട്ട് എല്ലാവർക്കും നല്ല റിസൾട്ട് ആയിരിക്കണം എന്ന് വിശ്വസിക്കുന്നു.